ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മമാർ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കാണാൻ അനുവദിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ കണ്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുട്ടികളെ എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ ആ സമയത്ത് ഫോൺ കാണാൻ അനുവദിക്കുന്നതല്ലേ. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ അത് വലിയ നെഗറ്റീവായിട്ടാണ് കുഞ്ഞിനെ ബാധിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഫുഡിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും മണവും ഒന്നും കുഞ്ഞ് ശ്രദ്ധിക്കില്ല. അവർ ഫോണിലായിരിക്കും മുഴുവൻ ശ്രദ്ധയും കൊടുക്കുക. എങ്ങനെയുള്ള ഫുഡാണ് താൻ കഴിക്കുന്നത് എന്ന് പോലും അവർ അറിയുന്നുണ്ടാവില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചിയും മണവും ഒക്കെ അറിഞ്ഞു വേണം കുഞ്ഞുങ്ങൾ കഴിക്കാൻ. എന്നാൽ ഫോൺ കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഇതൊന്നും കുഞ്ഞ് അറിയില്ല. കറക്റ്റായിട്ട് ഫുഡ് ചവച്ചരച്ച് കഴിക്കാനും അവർ ശ്രമിക്കില്ല. അതുമൂലം കുഞ്ഞിൻ്റെ ദഹനം കറക്റ്റായിട്ട് നടക്കാതെ വരികയും ദഹനം നടക്കാത്തതുകൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, പിന്നെ എപ്പോൾ ഭക്ഷണം കഴിച്ചാലും ഫോൺ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയുണ്ടാവും. കുട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ കാണണം എന്ന നിലയിലെത്തും. പിന്നെ നമ്മൾ ആ ശീലം മാറ്റാൻ ശ്രമിച്ചാലും അത് നടന്നു എന്ന് വരില്ല. പിന്നെ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് സംസാരിക്കാൻ താമസം ഉണ്ടാവുന്നത്. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണം കുഞ്ഞിന് ഫോൺ കൊടുക്കുന്നതാണ്. കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നേരം പണ്ട് അമ്മമാർ ചെയ്തിരുന്നത് പോലെ പുറത്ത് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് കഴിപ്പിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടോ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടോ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും ഫോൺ കാണിച്ചുകൊണ്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.